ഇന്ന് നമുക്ക് ചൂര കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പുളിമുളക് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് എങ്ങനെ കൂട്ടുന്നത് നോക്കാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറാകുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മൂപ്പാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സിക്ക് എത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അരപ്പ് കലക്കി ചട്ടിയിലേക്ക് മാറ്റി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വടക്കമ്പുള്ളി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും വടക്കമ്പുള്ളി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ചൂരയുടെ തല വെച്ച് കൊടുത്തിട്ടുണ്ട്. സവോള മൂപ്പിക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഉപ്പിടാഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നാലും കുറച്ച് എരിയുള്ളൂ. പുളിമുളകൊക്കെ അല്ലേ. കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. സവോള നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ കറി നല്ല ഉണക്ക പോവുകയായിരിക്കും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ.